കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്ക. ഡയലോഗ് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇന്നത്തെ റെസിപ്പി കഞ്ഞിയാണ്, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കഞ്ഞി. പയറുകഞ്ഞി തയ്യാറാക്കാനായി 3/4 ഗ്ലാസ് അളവിൽ പച്ചരിയും 1/4 ഗ്ലാസ് അളവിൽ ചെറുപയറും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ 1/2 ഗ്ലാസ് പച്ചരിയും 1/2 ഗ്ലാസ് ചെറുപയറും എടുക്കാവുന്നതാണ്. ഇവിടെ ചെറുപയർ ഒരുപാട് കിടക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇത്രയും കുറച്ചെടുത്തിട്ടുള്ളത്. പച്ചരി തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയായാലും മട്ട അരിയായാലും ഏതായാലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അരിയും പയറും കൂടെ ഒരുമിച്ച് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. 2-3 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് കഴുകിയെടുക്കുക. കഞ്ഞിയും പയറും ഒരുമിച്ചിട്ട് കഞ്ഞി വെക്കുന്നവരുണ്ട്. അല്ല, ചിലരാണെങ്കിൽ കഞ്ഞി സെപ്പറേറ്റ് പയർ സെപ്പറേറ്റ് വേവിച്ച് അതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുന്നവരുണ്ട്. ചിലർ പയർ ഉപ്പേരി ഉപയോഗിച്ച് കഞ്ഞി മാത്രം പ്ലെയിനായിട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തിട്ട് കഴിക്കുന്നവരുണ്ട്. സോ അങ്ങനെ പല ടൈപ്പിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് പപ്പടം പൊരിച്ചത് അല്ലെങ്കിൽ പപ്പടം ചുട്ടത്, അതിൻ്റെ കൂടെ കുറച്ച് ചമ്മന്തി, അച്ചാർ, ഇതൊക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ പിന്നെ സ്വർഗ്ഗമാണ് കേട്ടോ. കഞ്ഞി ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതിയാവും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ് കഞ്ഞി. അരിയും പയറും കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുക്കറിലേക്ക് മാറ്റാം. അത്യാവശ്യം വലിപ്പമുള്ള കുക്കർ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി കുക്കറിലേക്ക് അരിയും പയറും ഇട്ട് കൊടുക്കാം. കഞ്ഞിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. എട്ടല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കഞ്ഞിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ച് 12 വിസിൽ വരും വരെ വെയിറ്റ് ചെയ്യാം. അരി വേവുന്നതിൻ്റെ ടൈം അനുസരിച്ചായിരിക്കണം കുക്കറിൻ്റെ വിസിലിൻ്റെ എണ്ണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കഞ്ഞി റെഡിയാവുന്ന സമയം കൊണ്ട് തന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് തേങ്ങാ ചമ്മന്തി റെഡിയാക്കാം. അതിനായി ഒരു മിക്സർ ജാർ എടുത്ത് വയ്ക്കുക. അതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 1 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഞ്ചിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇതോടൊപ്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും അരച്ചെടുക്കാം. തേങ്ങ ചമ്മന്തി നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഈ ഒരു പരുവത്തിലാണ് കഞ്ഞി വന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരുപാട് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ കുറച്ചുകൂടെ തിളപ്പിക്കേണ്ടതാണ്. ഏത് പ്രായക്കാരും ഒരുപോലെ കഴിക്കാവുന്ന ഒരു ഫുഡാണ് കഞ്ഞി. അപ്പോൾ കുഞ്ഞു കുട്ടികളായാലും മുതിർന്നവരായാലും എല്ലാവർക്കും വളരെ കംഫർട്ടായിട്ടുള്ളൊരു ഫുഡാണ്. കഞ്ഞിക്ക് കൂടുതൽ രുചി കൂട്ടുന്നത് ചിരകിയ തേങ്ങയാണ്. തേങ്ങ നമ്മൾ എത്രത്തോളം ചേർത്ത് കൊടുക്കുന്നോ അത്രത്തോളം കഞ്ഞിക്ക് രുചി കൂടും. അപ്പോൾ ഇവിടെ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ കഞ്ഞിയുടെ കൺസിസ്റ്റൻസി കട്ടിയായി വരും. ആ സമയത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഈ ഒരു ഫുഡ് വയറിന് ഒരു അസുഖവും ഉണ്ടാക്കില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Thanks for watching.